നമ്മുടെ പവർടെക് സോളാറിന് പത്തനാപുരം, അരീക്കോട്, മലപ്പുറം ജില്ലയിലാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത്. നമ്മുടെ ആശാ പവറിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറാണ്. നിലവിൽ ആശാ പവറിൻ്റെ PCU, ഇൻവെർട്ടർ, അതേപോലെ MPPT ഇത്തരം കാര്യങ്ങൾ നമ്മൾ ആശാ പവറിനാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഏകദേശം ഇപ്പോൾ ഞാൻ ആശാ പവറിൻ്റെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 5-6 വർഷത്തോളമായിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ അതിന് ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ട് ഏകദേശം 2 വർഷത്തോളമായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഉപയോഗിച്ച് പരിചയിച്ച് നമുക്ക് നല്ലതാണെന്ന് തോന്നിയതിന് ശേഷമാണ് നമ്മൾ ആശാ പവറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ട് നമ്മൾ കസ്റ്റമേഴ്സിന് ആദ്യം വേറെ പല കമ്പനികളുടെ ബ്രാൻഡുകൾ നമ്മൾ കൊടുക്കലുണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതലും ചെയ്യുന്നത് നമ്മൾ ആശാ പവറിൻ്റെ തന്നെ കൊടുക്കുന്നത്. പരമാവധി നമുക്ക് ക്വാളിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ അവർ ചെയ്യുന്നത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അവരുടെ വർക്കും കാര്യങ്ങളൊക്കെ പെർഫെക്ഷനാണ്. ഇപ്പോൾ നമ്മൾ ലിഥിയം ബാറ്ററി ബേസ് ചെയ്ത് വരുന്നതുകൊണ്ട് ലിഥിയം ബാറ്ററിക്കും പറ്റുന്ന രീതി തന്നെയാണ് ഇപ്പോൾ ഡിസൈൻ ചെയ്ത് വരുന്നത്. പിന്നെ നമ്മളിപ്പോൾ കൊടുത്ത എല്ലാ കസ്റ്റമേഴ്സും നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ്. അതേപോലെ തന്നെ നമ്മളിന്ന് കൊണ്ടുപോകുന്ന ഡീലേഴ്സ് ഉണ്ട്, അവരും സാറ്റിസ്ഫൈഡ് ആണെന്ന് നമുക്ക് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ കുഴപ്പങ്ങളൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും അവർക്ക് സർവീസും കാര്യങ്ങളും ഫാസ്റ്റായിട്ട് ചെയ്തു തരുന്നുണ്ട്. പിന്നെ ക്വാളിറ്റി തന്നെയാണ് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത്. അതേപോലെ തന്നെ അവരുടെ പഴയ വെർഷനിലെ ഏതെങ്കിലും പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്, അത് പുതിയ വെർഷനിലേക്ക് മാറ്റിയിട്ട് ഹാർഡ്വെയർ മാറ്റിയിട്ട് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ മാറ്റിയിട്ട് അതിന് ചെറിയൊരു ചിലവിൽ നമുക്ക് റെഡിയാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ അപ്ഡേഷൻ വരുന്ന സമയത്ത് നമുക്ക് എപ്പോഴും അപ്ഡേറ്റ് ആയി നിൽക്കാൻ ആശാ പവറിൻ്റെ പ്രൊഡക്റ്റുകൾക്ക് കഴിയുന്നുണ്ടെന്നുള്ളൊരു വശം കൂടി നമുക്കുണ്ട്. കസ്റ്റമേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് ഇതുവരെ നമുക്ക് തകരാറുകളൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നിലവിൽ അവരുടെ കറണ്ട് ബില്ലിന് കുറവാണെങ്കിലും അതേപോലെ തന്നെ ബാറ്ററിയുടെ ലൈഫ് ആദ്യം നമ്മൾ കൊടുത്തിരുന്ന പല MPPTകൾക്കും ഈ വെള്ളം പറ്റുന്ന പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മൾ ലെഡ് ആസിഡ് ബാറ്ററികൾക്ക് 3-4 സ്റ്റേജുകൾ ചാർജിങ് ഉള്ളത് കൊണ്ട് തന്നെ വെള്ളം പറ്റുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും കുറവാണ് പൊതുവെ. അപ്പോൾ നല്ല ലൈഫ് ബാറ്ററിക്ക് കിട്ടുന്നുണ്ടെന്നാണ് കസ്റ്റമേഴ്സിന് കിട്ടുന്ന റിവ്യൂ. അതേപോലെ തന്നെ വാറണ്ടിയുടെ കാര്യത്തിലും പല കമ്പനികൾക്കും 1 ഇയറാണ് വാറണ്ടി കിട്ടുന്നത്. ആശാ പവറിൻ്റെ നമുക്ക് 2 ഇയറാണ് കിട്ടുന്നത്. അവരുടെ PCUകൾക്ക് ഇപ്പോൾ നമുക്ക് 3 വർഷം കിട്ടുന്നുണ്ട്. ഇതുവരെ 2 വർഷം ഉണ്ടായിട്ടുള്ളായിരുന്നു. ഹെവി ലോഡ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന, ഹെവി ലോഡുകൾ കൊടുക്കാൻ പറ്റുന്ന ഇൻവെർട്ടറാണ് നമുക്ക് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് 3 വർഷം വാറണ്ടി കിട്ടുന്നുണ്ട്. ഇതുവരെ നമ്മൾ എത്ര ലോഡ് കൊടുത്താലും കമ്പനി പറയുന്ന ഇതുവരെയുള്ള ലോഡ് നമ്മൾ കറക്റ്റായിട്ട് കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഒരു കുഴപ്പമില്ലാതെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു മെച്ചം കൂടെ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്നതും ആശാ പവറുടെ MPPT തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഞാനത് ഏകദേശം ഒരു 6 വർഷം മുമ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയതാണ്. നിയോൺ 860 എന്ന് പറഞ്ഞൊരു മോഡൽ. അതായത് നമ്മൾ മൾട്ടി വോൾട്ടേജ് ആയിട്ട് വരുന്ന 12, 24, 36, 48 4 വോൾട്ടിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള രജിസ്റ്ററായിരുന്നു ഉപയോഗിക്കുന്നത്. അന്ന് ഞാൻ 12 വോൾട്ടിൻ്റെ രജിസ്റ്ററായിരുന്നു വീട്ടിൽ ഉപയോഗിച്ചിരുന്നത് ആദ്യം ഫസ്റ്റിൽ ഒരു 6 വർഷം മുമ്പ്. പിന്നെ അത് ഞാൻ 24ലേക്ക് മാറ്റിയ സമയത്തും ആ MPPT തന്നെ ഉപയോഗിക്കുന്നത്. പിന്നെ ഞാനത് 48 മാറ്റി. ഇപ്പോൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് 48 ആണ് വീട്ടിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് വീട്ടിലുള്ള എല്ലാ സിസ്റ്റങ്ങളും, അതായത് വീട്ടിൽ AC അടക്കമുള്ള AC, ഇൻഡക്ഷൻ കുക്കർ, മോട്ടോർ, അതേപോലെ തന്നെ അതിൻ്റെ സ്കൂട്ടർ ചാർജ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ഹോസ്പിറ്റലിൽ നടക്കുന്നുണ്ട്. വീട്ടിൽ പിന്നെ ചെറിയൊരു ഓൺ ഗ്രിഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് അത് മാത്രമല്ല, ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്ന അവരുടെ പഴയ വേർഷനായ പഴയ സിസ്റ്റമായിരുന്നു. അത് ഞാനിപ്പോൾ കഴിഞ്ഞ വർഷം അവർക്ക് കൊണ്ടുപോയിട്ട് അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ പുതിയ വേർഷനിലേക്ക് അവർ കൺവേർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അത് നമുക്ക് അതിൻ്റെ ഹാർഡ്വെയറും ചെറിയൊരു ചിലവിൽ തന്നെ അവർ മാറ്റിയിട്ട് പുതിയ സിസ്റ്റത്തിലേക്ക് മാറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഞാനൊരു വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ഞാനിപ്പോൾ വെള്ളം ഒഴിക്കുന്നുള്ളൂ. കാരണം ചാർജിങ് കറക്റ്റ് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡെയിലി എല്ലാ ദിവസവും ഉപയോഗിക്കുന്നുണ്ട്. AC ഫുൾ ടൈം അതിൽ തന്നെയാണ് ഓടുന്നത്. പകലാണെങ്കിലും രാത്രിയാണെങ്കിലും നമ്മുടെ 48 സിസ്റ്റം തന്നെയാണ് ഓടുന്നത്. ഇനി ഞാനത് എൻ്റെ ഇപ്പോൾ ലെഡ് ആസിഡ് ബാറ്ററിക്ക് നിലവിൽ ഇപ്പോൾ ഏകദേശം ഒരു 3-4 വർഷം ആയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബാറ്ററിക്ക്. അപ്പോൾ ആ ബാറ്ററി ഏകദേശം മാറുന്ന സമയം നോക്കിയിട്ട് ഞാൻ ലിഥിയം ബാറ്ററിയിലേക്ക് മാറാനാണ് താല്പര്യപ്പെടുന്നത്. ലിഥിയത്തിലേക്ക് മാറ്റുന്ന സമയത്ത് നമുക്ക് ഈ MPPT തന്നെ ഉപയോഗിച്ചാൽ മതി. പൊതുവേ നമ്മൾ ആശാ പവർ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഇതുവരെ നമുക്ക് കൊടുത്ത കസ്റ്റമേഴ്സും അതേപോലെ നമ്മളും നമ്മളുടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോകുന്ന ഡീലേഴ്സും ഇതുവരെ ആരും നല്ലത് തന്നെ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴും എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചാനൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതുപോലെ നമുക്ക് നല്ല അഭിപ്രായം തന്നെയാണ് ആശാ പവറിനെ കുറിച്ച് പറയാനുള്ളത്. മറ്റുള്ള കമ്പനികളൊക്കെ നമുക്ക് എന്ത് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും പോരായ്മകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറേ സമയം എടുത്തിട്ട് കുറേ കാലങ്ങൾ കൊണ്ടാണ് പിന്നെ അവർ റെഡിയാക്കി വരുന്നത്. ആശാ പവറിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർ എത്രയും പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങൾ പരിഹരിച്ചിട്ട് അത് വേണ്ട പരിഹാരങ്ങളും നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ മാറ്റം വരുത്തിയിട്ട് നമുക്ക് പ്രൊഡക്റ്റുകൾ എത്തിച്ചു തരുന്നുള്ള ഒരു ഗുണം കൂടെ നമുക്ക് ആശാ പവറിനുണ്ട്.